ഡേ 8 ഇന്ന് നമുക്ക് ഇവർക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മൊയിന കൾച്ചർ ചെയ്യാം. ഓൾറെഡി നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇതിലൊക്കെ അത്യാവശ്യം കൊതുക് മുട്ടയിട്ടിട്ട് മൊത്തം കൂത്താടികളാണ്. ഈ കൂത്താടികളെ നമുക്ക് ഡെയിലി ഗപ്പിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും. ആഴ്ചയിൽ 1-2 ഒക്കെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് അത്യാവശ്യം മൊയിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേറൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ മൊയിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്കൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ആർട്ടീമിയ നമുക്ക് ഹാച്ച് ചെയ്യാം. അതായത് ഈ ക്യാപ്സൂളാണ് നമ്മൾ മെയിനായിട്ട് ഹാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു 2 ക്യാപ്സൂൾ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കല്ലുപ്പിടണം കേട്ടോ. ഏകദേശം 1 സ്പൂൺ ഇട്ടാൽ മതിയാവും. അതിട്ടിട്ട് ഈ എയറേഷൻ സെറ്റ് ചെയ്ത് 24 hours വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആർട്ടീമിയ ഹാച്ചായി വരും. എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. എയറേഷനൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഹാച്ച് ആയതിനു ശേഷമുള്ള വീഡിയോ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ നാളത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും.